മലപ്പുറം കൂരിയാട് ദേശീയപാത തകർന്ന സ്ഥലത്ത് മുസ്ലിം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വ്യത്യസ്ത സമരം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും വേഷമണിഞ്ഞ യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രതിഷേധിച്ചു. സ്ഥലത്ത് റോഡിൽ വിള്ളൽ വീണ ഭാഗത്ത് കഞ്ഞിപ്പശ കൊണ്ട് ഇവർ അടച്ചു. വരും ദിവസങ്ങളിലും ശക്തമായ സമരം നടത്തുമെന്ന് മുസ്ലിം യൂത്ത് ലീഗ് അറിയിച്ചു. ഈ കൂരിയാട് തകർന്ന സർവീസ് റോഡിന്റെ ഭാഗത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ ഒരു വ്യത്യസ്തമായ പ്രതിഷേധ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രതീകാത്മകമായ ഒരു പ്രതിഷേധ പരിപാടി. ഇവിടെയും മുഖ്യമന്ത്രിയുടെയും ഒപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിന്റെയും വേഷം ധരിച്ചുകൊണ്ട് ആളുകൾ എത്തുന്നു. ഈ റോഡ് അടയ്ക്കുന്ന പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇവിടെ കഴിഞ്ഞ കുറച്ചു മുൻപ് യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു പ്രതീകാത്മകമായ പ്രതിഷേധം കൂടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഏത് തരത്തിലുള്ള ഒരു പ്രതിഷേധത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്? പ്രതിഷേധം എന്ന് പറഞ്ഞാൽ വളരെ പ്രതീക്ഷയോടുകൂടെ വരേണ്ട ഒരു ഹൈവേ ആയിരുന്നു. ഒരു കാലം ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിലുള്ള സമയത്താണ് ഇതുപോലെ ഒരു ഹൈവേ കൊണ്ടുവരാൻ നിന്നപ്പോൾ ഇതിന് തടസ്സം നിന്ന കക്ഷികൾ തന്നെ ഈ ഗതിയിലേക്ക് എത്തേണ്ടി വന്നത്. തീർത്തും ഈ പണിയിലെ അപാകത കാരണമാണ് ഇത് സംഭവിച്ചിട്ടുള്ളത്. ഇവിടെ ഉന്നയിക്കുന്ന വിഷയം ഇതല്ല വേണ്ടത്. ഞങ്ങൾക്ക് പാലമാണ് ആവശ്യം. ഫില്ലർ ചെയ്ത് ഓവർബ്രിഡ്ജ് കോലത്തിലുള്ള പാലത്തിനാണ് ആവശ്യപ്പെടുന്നത് യൂത്ത് ലീഗ്. ഇത് ഒരു മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരുന്നു അപകടം നടന്നതെങ്കിൽ ഒരുപാട് മരണത്തിന് ഇടയാവുന്ന ഒരു സാഹചര്യമാണ് ഈ പ്രദേശത്ത് കാണപ്പെടുന്നത്. തീർച്ചയായിട്ടും ഇത് ഈ വർക്കിൽ വന്ന അപാകതയാണ്. കേരളം ഭരിക്കുന്ന മുഖ്യമന്ത്രി എന്നുള്ള നിലക്ക് ഇതിൽ 40 കൊല്ലക്കാലം ബംഗാൾ ഞങ്ങൾ ഭരിച്ചതിന് ഞങ്ങൾ അവർക്ക് ചെയ്യാത്തതിന്റെ പ്രതിഫലമായിട്ട് ആ പണിക്കാർ ഞങ്ങൾക്കിട്ട് ചെയ്തതാണോ എന്ന് ഇപ്പൊ സംശയിക്കുന്നുണ്ട്. ഇതിപ്പോ എന്ത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ റോഡൊക്കെ അടയ്ക്കുന്നത്? ഞങ്ങൾ ഇപ്പോ ഇന്നലെ ഈ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരു കെമിക്കൽ ഉപയോഗിച്ച് അടക്കുന്ന ഒരു ദൃശ്യങ്ങളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട്. നമ്മൾ സാധാരണ മുമ്പൊക്കെ ചെയ്തിരുന്ന ആ കഞ്ഞിപ്പശ ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പൊ ഞങ്ങൾ ഒട്ടിച്ചിട്ടുള്ളത്. കാരണം അതുകൊണ്ട് ഒട്ടുമെങ്കിൽ ഒട്ടട്ടെ എന്ന് കരുതി. ഇത് എന്ത് തന്നെ വെച്ചാലും ഒട്ടാൻ പോകുന്നില്ല. എങ്കിൽ ഞങ്ങളൊരു പരിശ്രമം എന്നുള്ള നിലക്കുള്ള ഒരു ഒട്ടിക്കൽ മാത്രമേ ഞങ്ങൾ നടത്തിയിട്ടുള്ളൂ. തീർച്ചയായും അങ്ങനെ വ്യത്യസ്തമായ ഒരു പ്രതിഷേധത്തിനു കൂടെ ഈ കൂരിയാട് ഭാഗം വേദിയാവുകയാണ് എന്നുള്ളതാണ്. ഇവരുടെ നേതൃത്വത്തിൽ കഞ്ഞിപ്പശ ഈ ഒരു വിള്ളലിലേക്കൊക്കെ ഒഴിച്ചുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധം നടത്തുന്നത്. കഴിഞ്ഞ ദിവസം തലപ്പാറയിൽ ഉൾപ്പെടെ വിള്ളൽ വന്ന സമയത്ത് ഒരു പ്രത്യേക മിശ്രിതം കൊണ്ടുവന്ന് ഈ വിള്ളൽ അടയ്ക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അതിനെതിരെ കൂടിയാണ് ഇത്തരത്തിലൊരു കഞ്ഞിപ്പശ ഒഴിച്ചുകൊണ്ടുള്ള പ്രതിഷേധം യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ നടക്കുന്നത്. ഏതായാലും അടുത്ത ദിവസം വിദഗ്ധ സംഘം റിപ്പോർട്ട് സമർപ്പിക്കും. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും കൂടുതൽ പ്രതികരണങ്ങൾ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുക. ഏതായാലും നിലവിൽ ഇപ്പോൾ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിലാണ് ഒരു പ്രതിഷേധം ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ക്യാമറ പേഴ്സൺ ഷബീർ കല്ലിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.